ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കിയാൽ മനുഷ്യൻ എത്രത്തോളം അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ജീവിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ. നമ്മൾ ജീവിക്കുന്നത് ഒത്തിരി ശബ്ദങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ലോകത്തല്ലേ. ഈ ബഹളങ്ങൾക്കിടയിലും നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മനുഷ്യൻ്റെ ശബ്ദത്തിനാണ്. ഹ്യൂമൻ വോയിസിൻ്റെ ആ ഒരു പ്രത്യേക ഫ്രീക്വൻസി റേഞ്ച് കൃത്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പാകത്തിനാണ് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെ ഡിസൈൻ എന്ന് പറയാം. ഈ ഒരു പ്രത്യേക ഫ്രീക്വൻസി റേഞ്ചിനോട് മാത്രം നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കുന്നതിന് പിന്നിൽ ഒരു പക്ഷേ നമ്മുടെ സർവൈവലിന് ഇത് അത്ര അധികം അത്യാവശ്യമായിരുന്നത് കൊണ്ടാവാം. നമ്മുടെ കാതുകൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ സെൻസിറ്റീവ് ആയിരുന്നുവെങ്കിൽ ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ടു പോയേനെ. കാരണം വായുവിലെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് പോലും ഒരു കോൺസ്റ്റൻറ്റ് ഹിസ്സിങ് സൗണ്ടായിട്ട് നമ്മൾ കേൾക്കേണ്ടി വന്നാലുണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ബ്രെയിന് അതൊക്കെ വളരെ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ സൗണ്ടിലെ ചെറിയ വേരിയേഷൻസ് പോലും നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ആയിരക്കണക്കിന് ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ വെറുതെ നമ്മുടെ പേര് പറഞ്ഞാൽ മാത്രം മതി നമ്മുടെ അറ്റൻഷൻ അതിലേക്ക് തിരിയാൻ. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ ബ്രെയിനിലെ മില്യൺ കണക്കിന് ന്യൂറോണുകൾ ഒരുമിച്ച് ചേർന്നിട്ട് ആ ശബ്ദത്തെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ചെവിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോ സെൻസുകൾക്ക് പിന്നിലും ഇത്തരത്തിൽ ഒരു വലിയ കഥ തന്നെയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാഴ്ചയെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിച്ചത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ സൈക്കോളജി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേൾവിയുടെ ലോകത്തെക്കുറിച്ചാണ്. നമുക്കൊരു പഴയ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. കാട്ടിൽ ഒരു മരം വീഴുമ്പോൾ അത് കേൾക്കാൻ അവിടെ ആരുമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു ശബ്ദം ഉണ്ടാവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ചോദ്യം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇതൊരു വെറും ഫിലോസഫിക്കലായിട്ടുള്ള ചോദ്യം മാത്രമല്ല കേട്ടോ. നമ്മുടെ ബ്രെയിന് എങ്ങനെയാണ് ഈ റിയാലിറ്റിയെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ്. അതായത് ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആ മരം വീഴുമ്പോൾ വായുവിൽ വൈബ്രേഷൻസ് അഥവാ പ്രഷർ വേവ്സ് ഉണ്ടാകുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ആ വൈബ്രേഷനെ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന എക്സ്പീരിയൻസിലേക്ക് മാറ്റുന്നത് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റവും അതുപോലെ ബ്രെയിനും കൂടി ചേർന്നാണ്. അതായത് ഒരു ഒബ്സർവർ ഇല്ലാത്ത ഒരിടത്ത് ശബ്ദം എന്നത് കേവലം ഫിസിക്കൽ എനർജി മാത്രമാണ്. അതൊരിക്കലും ഒരു സെൻസറി എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നില്ല. നമ്മുടെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യാത്തൊന്നും തന്നെ മനുഷ്യരുടെ ലോകത്ത് നിലനിൽക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. ഇനി ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാഴ്ചയെ പോലെ തന്നെ കേൾവി സാധ്യമാകണമെങ്കിൽ അതിനൊരു സ്റ്റിമുലസ് ആവശ്യമാണ്. അത് സൗണ്ട് വേവ്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ വാട്ട് ഈസ് സൗണ്ട്? ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സൗണ്ട് വേവ്സ് ആർ വൈബ്രേഷൻസ് ഓഫ് മോളിക്യൂൾസ് എന്നാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ശബ്ദം എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻസ് ആണ്. ശൂന്യതയിലൂടെ ട്രാവൽ ചെയ്യാൻ ഇതിന് കഴിയില്ല. ഇതിന് സഞ്ചരിക്കാൻ വായു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫിസിക്കൽ മീഡിയ ആവശ്യമാണ്. നമ്മുടെ വോക്കൽ കോഡുകൾ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വൈബ്രേഷൻ ചുറ്റുമുള്ള വായുവിലെ തന്മാത്രകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും അതൊരു തരംഗമായിട്ട് നമ്മുടെ ചെവിയിലെത്തുകയൊക്കെ ചെയ്യുന്നു. ലൈറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശബ്ദത്തിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. വായുവിലൂടെ സെക്കൻഡിൽ ഏകദേശം 1130 അടി, അതായത് ഫീറ്റ് പെർ സെക്കൻഡ് മാത്രമേ ഇത് ട്രാവൽ ചെയ്യൂ. അതുകൊണ്ടാണ് ദൂരെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ് അല്ലെങ്കിൽ മിന്നൽ കാണുകയും കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം മാത്രം ആ ഇടിമുഴക്കം കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ലൈറ്റ് വേവ്സിനെ പോലെ തന്നെ സൗണ്ട് വേവ്സിനും പ്രധാനമായിട്ട് 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസാണുള്ളത്. ഈ പ്രോപ്പർട്ടീസാണ് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ക്വാളിറ്റീസ് തീരുമാനിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര വേവ് സൈക്കിളുകൾ ഉണ്ടാകുന്നു എന്നതാണ് വേവ് ലെങ്ത്. ഇതിനെ ഹേർട്സ് എന്ന യൂണിറ്റിലാണ് അളക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ പിച്ച് എത്രത്തോളം ഹൈ ആണ്, ലോ ആണ് എന്ന് തീരുമാനിക്കുന്നത് ഈ ഫ്രീക്വൻസിയാണ്. മനുഷ്യർക്ക് നോർമലി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി റേഞ്ച് മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. ഈ ഫ്രീക്വൻസി കൂടുമ്പോൾ പിച്ചും കൂടും.
ഉദാഹരണത്തിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലെ ഹൈ നോട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബ്ദമൊക്കെ നോക്കിയാൽ അത് ഹൈ ഫ്രീക്വൻസി ഉള്ളവയാണ്. ഇത് സൗണ്ട് വേവിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിലുള്ള എനർജിയാണ്. ശബ്ദത്തിൻ്റെ ലൗഡ്നെസ് ഡിസൈഡ് ചെയ്യുന്നത് ഇതാണ്. ഇതിനെ ഡെസിബെൽസിൽ ഓർ ഡി ബിയിലാണ് അളക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡെസിബിൾ കൂടുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. ഓരോ 10 ഡെസിബിൾ കൂടുമ്പോഴും ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി 10 ഇരട്ടിയായിട്ട് കൂടും. അതായത് 20 ഡെസിബിളുള്ള ഒരു ചെറിയ സംസാരത്തേക്കാൾ 10,000 മടങ്ങ് ഇൻറ്റൻസിറ്റി കൂടിയതാണ് 60 ഡെസിബിളുള്ള നോർമലായിട്ടുള്ള നമ്മുടെ സംസാരം. കഴിഞ്ഞ വീഡിയോയിൽ കളേഴ്സിൻ്റെ പ്യൂരിറ്റിയെ പറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെയിലി കേൾക്കുന്ന ശബ്ദങ്ങൾ മിക്കവാറും പല ഫ്രീക്വൻസികൾ മിക്സ് ആയിട്ടുള്ളതാണ്. ശബ്ദത്തിൻ്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ കോംപ്ലക്സിറ്റിയാണ് ടിംബർ എന്ന് പറയുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഒരേ പിച്ചിലും ലൗഡ്നെസ്സിലുള്ള ഒരു മ്യൂസിക് നോട്ട് പിയാനോയിലും വയലിനിലും വായിക്കുമ്പോൾ ആ ഇൻസ്ട്രുമെൻസിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ടിംബറാണ്. ചുരുക്കി പറഞ്ഞാൽ വെറും ഒരു ഫിസിക്കൽ എനർജിയായ വൈബ്രേഷൻസിനെ പിടിച്ചെടുത്ത് ബ്രെയിനിന് മനസ്സിലാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി മാറ്റുമ്പോഴാണ് ഈ ചുറ്റുമുള്ള പലതരം ശബ്ദങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ചെവി എന്ന അവയവത്തെക്കുറിച്ച് ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കാതുകൾ അതിൻ്റെ ഘടനയുടെയും പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. നമ്മുടെ ചെവിയുടെ ഏറ്റവും പുറമേയുള്ള നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഭാഗത്തെ പിന്ന എന്നാണ് വിളിക്കുന്നത്. ചുറ്റുപാടുമുള്ള സൗണ്ട് വേവ്സിനെ ഒരു ഫണൽ പോലെ കളക്ട് ചെയ്ത് ഓഡിറ്ററി കനാൽ വഴി ഇയർ ഡ്രമ്മിലേക്ക് അഥവാ ചെവിക്കല്ലിലേക്ക് എത്തിക്കുന്ന മെയിനായിട്ടുള്ള ടാസ്ക്കാണ് ഈ പിന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓഡിറ്ററി കനാൽ വഴി വരുന്ന സൗണ്ട് വേവ്സ് വന്ന് തട്ടുമ്പോൾ ഇയർ ഡ്രം വളരെ സെൻസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇയർ ഡ്രം കഴിഞ്ഞാൽ പിന്നെ ഈ സിഗ്നലുകൾ എൻ്റർ ചെയ്യുന്നത് മിഡിൽ ഇയറിലേക്കാണ്. ഇവിടെയാണ് ഓസിക്കിൾസ് എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ 3 എല്ലുകളുള്ളത്. ഇവയെ ഹാമർ, അൻവിൽ, സ്റ്റിറപ്പ് എന്നിങ്ങനെയാണ് വിളിക്കാറുള്ളത്. ഇയർ ഡ്രമ്മിലുണ്ടാകുന്ന ചെറിയ വൈബ്രേഷൻസ് ഈ എല്ലുകൾ റിസീവ് ചെയ്യുകയും അതൊരു 3 സ്റ്റേജ് ലിവർ സിസ്റ്റം പോലെ വർക്ക് ചെയ്ത് ആ വൈബ്രേഷൻസിൻ്റെ ഫോഴ്സ് ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്യുകയൊക്കെ ചെയ്യും. അടുത്തതായിട്ട് ഓവൽ വിൻഡോ, സ്റ്റിറപ്പ് അഥവാ സ്റ്റേപ്പിസ് എന്ന 3ാമത്തെ എല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഓവൽ വിൻഡോയിലാണ്. ഈ എല്ലുകൾ വൈബ്രേഷൻസിനെ ആംപ്ലിഫൈ ചെയ്ത ശേഷം ഓവൽ വിൻഡോ വഴി ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഒരു ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കൊക്ലിയ എന്ന ഭാഗമാണ് ഇന്നർ ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഓവൽ വിൻഡോയിൽ നിന്നുള്ള വൈബ്രേഷൻസ് കൊക്ലിയയിലെത്തുമ്പോൾ അതിനുള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലൂയിഡ് വലിയ രീതിയിൽ മൂവ് ചെയ്യാനും ഇളകാനും ഒക്കെ തുടങ്ങും. കൊക്ലിയയുടെ ഉള്ളിലൂടെ പോകുന്ന ഒരു ലെയറാണ് ഈ ബേസിലാർ മെംബ്രെയിൻ. ഫ്ലൂയിഡ് ഇളകുമ്പോൾ ഈ മെംബ്രെയിനിൽ റിപ്പിൾസ് അഥവാ ചെറിയ തിരമാലകൾ പോലെയുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇതിനോട് ചേർന്നുള്ള ഓർഗൻ ഓഫ് കോട്ടിയിലാണ് നമ്മുടെ യഥാർത്ഥ ഓഡിറ്ററി റിസപ്റ്ററുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 15,000 മുതൽ 16,000 വരെ ഹെയർ സെല്ലുകൾ കൊക്ലിയയിലുണ്ട്. കാറ്റത്ത് ഒരു പാടത്ത് നെൽക്കതിരുകൾ ആടുന്നത് പോലെ ബേസിലാർ മെംബ്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ഈ ഹെയർ സെൽസ് ബെൻഡ് ആവാൻ തുടങ്ങും. ഈ ഒരു ബെൻഡിങ് ആണ് സൗണ്ട് എന്ന ഫിസിക്കൽ എനർജിയെ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി മാറ്റുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സെല്ലുകളുടെ ഒരറ്റം ആറ്റത്തിൻ്റെ സൈസിലാണെങ്കിൽ പോലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്ര സെൻസിറ്റീവാണ്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സിഗ്നലുകൾ ഹെയർ സെല്ലുകളിൽ നിന്ന് ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിലെ തലാമസ് എന്ന റിലേ സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് ഫൈനൽ പ്രോസസ്സിങ്ങിനായിട്ട് ടെമ്പറൽ ലോബിലുള്ള ഓഡിറ്ററി കോർട്ടെക്സിലേക്കും പോകും. അവിടെ വെച്ചാണ് ഈ ഇലക്ട്രിക്കൽ സിഗ്നലുകളെല്ലാം കൂടി മിക്സായി നമ്മൾ എൻജോയ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും ശബ്ദങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത്. ചുരുക്കത്തിൽ വായുവിലെ വെറും വൈബ്രേഷൻസിനെ ഒരു മെക്കാനിക്കൽ ലിവർ സിസ്റ്റം വഴിയും ഫ്ലൂയിഡ് വേവ്സ് വഴിയും ഇലക്ട്രിക്കൽ പൾസുകളാക്കി മാറ്റുന്ന
വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു എൻജിനീയറിംഗ് ഡിസൈനാണ് നമ്മുടെ ഈ ഒരു ഓഡിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ശബ്ദങ്ങളും പാട്ടുകളും കേൾക്കുമ്പോൾ അതിലെ പിച്ച് അഥവാ ഹൈനസ് ലോനസ് ഒക്കെ നമ്മുടെ ബ്രെയിന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സൈക്കോളജിയിൽ പ്രധാനമായിട്ടും 2 തിയറികളാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഇവയോടൊപ്പം ചേർന്ന് തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു സ്മാർട്ടായിട്ടുള്ള പ്രിൻസിപ്പിളുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഹെർമൻ വോൺ ഹെംഹോൾസ് എന്ന സയൻറ്റിസ്റ്റാണ് ഈ തിയറി കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്രെയിനിൽ പിച്ച് മനസ്സിലാക്കുന്നത് സൗണ്ട് വേവ്സ് നമ്മുടെ ഇന്നർ ഇയറിലുള്ള കൊക്ലിയയിലെ ബേസിലാർ മെംബ്രെയിൻ്റെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജോർജ് വോൺ ബേക്കസി എന്ന നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള സയൻറ്റിസ്റ്റ് മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നടത്തിയപ്പോൾ ഇത് ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തിയറി അനുസരിച്ച് ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങൾ ഓവൽ വിൻഡോയുടെ അടുത്തുള്ള മെംബ്രെയിൻ്റെ ഭാഗത്താണ് മാക്സിമം വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നത്. എന്നാൽ വളരെ ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ മെംബ്രെയിനിൽ ഒരു പ്രത്യേക ലൊക്കേഷനിൽ മാത്രമായിട്ട് വൈബ്രേഷൻ ഫോക്കസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ലോ പിച്ച് ശബ്ദങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ തിയറിക്ക് കഴിയില്ല. 1886 റൂദർഫോർഡ് എന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന തിയറിയാണിത്. അദ്ദേഹം പറയുന്നത് പ്ലേസ് തിയറിയിലേതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തല്ല, മറിച്ച് ബേസിലാർ മെംബ്രെയിൻ്റെ മൊത്തത്തിൽ അല്ലെങ്കിൽ ബേസിലാർ മെംബ്രെയിൻ മൊത്തത്തിൽ ഒരു ഡ്രം ഹെഡ് പോലെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. ആ വൈബ്രേഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസി വെച്ചാണ് നമ്മൾ പിച്ച് അറിയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സെക്കൻഡിൽ 100 വേവ്സ് ഉള്ള ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ബ്രെയിനിലേക്ക് ഒരു സെക്കൻഡിൽ 100 ഇലക്ട്രിക്കൽ സിഗ്നലുകൾ പോകും. ഇത് വെച്ച് ബ്രെയിന് പിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. എന്നാൽ ഈ തിയറിക്കും ഒരു വലിയ ലിമിറ്റേഷൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ന്യൂറോണിന് പരമാവധി ഒരു സെക്കൻഡിൽ 1000 തവണ മാത്രമേ ഫയർ ചെയ്യാൻ കഴിയൂ. അപ്പോൾ 1000 ഹേർട്സിന് മുകളിലുള്ള ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങൾ ഈ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഫ്രീക്വൻസി തിയറിയിലുള്ള ഈ വലിയൊരു ലിമിറ്റേഷൻ, അതായത് 1000 ഹെർട്സ് എന്നുള്ള ലിമിറ്റ് പരിഹരിക്കുന്നത് ഈ വോളി പ്രിൻസിപ്പിൾ വഴിയാണ്. ഒരു ന്യൂറോണിന് ഒറ്റയ്ക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ സ്പീഡിൽ ഫയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് മാറി മാറി ഫയർ ചെയ്യുന്നു എന്നാണ് ഈ ഒരു ടെക്നിക്ക് പറയുന്നത്. പണ്ടത്തെ യുദ്ധങ്ങളിൽ നമ്മൾ നോക്കിയാൽ മുൻനിരയിലുള്ള പട്ടാളക്കാർ വെടിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പിറകിലുള്ളവർ തോക്കിൽ തിര നിറക്കുന്നത് പോലെയാണ് ഈ ഒരു ന്യൂറോണുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. എന്നിട്ട് ഇതിന് ശേഷം ഈ ഫ്രീക്വൻസികളെ കമ്പൈൻ ചെയ്യുന്നു. ഉദാഹരണത്തിന് 5000 ഹേർട്സ് ഉള്ള ഒരു സൗണ്ട് വരുമ്പോൾ 5 ഗ്രൂപ്പുകളിലുള്ള ന്യൂറോണുകൾ 1000 തവണ വീതം വളരെ ഫാസ്റ്റായിട്ട് മാറി മാറി ഫയർ ചെയ്ത് ആ സിഗ്നലിനെ ബ്രെയിനിലെത്തിക്കുന്നു. ഈ തിയറികളിൽ ഏതാണ് ശരിയായ തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, അതായത് കാഴ്ചയുടെ കാര്യത്തിൽ ട്രൈക്കോമാറ്റിക് തിയറിയും ഓപ്പോണൻറ്റ് പ്രോസസ് തിയറിയും തമ്മിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ 2 തിയറികൾ തമ്മിലും വലിയ ഡിബേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇത് രണ്ടും ശരിയാണെന്നാണ്. ഇവ രണ്ടും കോൺട്രഡിക്റ്ററി അല്ല, പകരം നമ്മുടെ ചുറ്റുമുള്ള പലതരം ശബ്ദങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ 2 പ്രിൻസിപ്പിൾസും കൂടി ചേർന്നാണ്. അതായത് ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾക്ക് ഫ്രീക്വൻസി തിയറിയും ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങൾക്ക് പ്ലേസ് തിയറിയും, ഇവയുടെ ഇടയിൽ നമ്മൾ ഡെയിലി സംസാരിക്കാനൊക്കെ മറ്റും ഉപയോഗിക്കുന്ന ആ ഒരു മിഡ് റേഞ്ച് ഫ്രീക്വൻസി, ആ ഒരു ശബ്ദങ്ങൾക്ക് ഈ വോളി പ്രിൻസിപ്പിളും ആണ് വർക്കാവുന്നത് എന്ന് പറയുന്നു. അതായത് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കേൾവി എന്നത് സാധ്യമാകുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ ഒരു ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഓഡിറ്ററി സിസ്റ്റത്തിൻ്റെയും ബ്രെയിനിൻ്റെയും കഴിവാണത്. ഫോർ എക്സാമ്പിൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ആംബുലൻസിൻ്റെ സൈറന് കേട്ടാൽ അത് ഏത് സൈഡിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ ട്രാക്ക് ചെയ്യാറില്ലേ? അതുപോലെ തിരക്കുള്ള ഒരു റോഡിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ പേര് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഡയറക്ഷനിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു ലോക്കലൈസേഷൻ പ്രോസസ്സാണ്. നമ്മുടെ തലയുടെ 2 സൈഡിലായിട്ട് 2 ചെവികളുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റീരിയോഫോണിക് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഹിയറിങ് പോസിബിൾ ആകുന്നത്.
ഒരു ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ബ്രെയിന് പ്രധാനമായിട്ടും 2 സ്മാർട്ടായിട്ടുള്ള ക്യൂസാണ് യൂസ് ചെയ്യുന്നത്. ഒരു ശബ്ദം നമ്മുടെ വലതുവശത്ത് നിന്നാണ് വരുന്നതെങ്കിൽ വലത്തെ ചെവിയിൽ ആ സൗണ്ട് കുറച്ചുകൂടി അല്ലെങ്കിൽ ലൗഡായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തല തന്നെ ഒരു സൗണ്ട് ബാരിയർ അഥവാ സൗണ്ട് ഷാഡോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ നിന്നും വരുന്ന ശബ്ദം ലെഫ്റ്റ് ചെവിയിലെത്തുമ്പോഴേക്കും ഈ ബാരിയർ കാരണം അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്പം കുറയും. ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ ബ്രെയിന് കൂടുതലായും ഈ ഇൻറ്റൻസിറ്റിയിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. രണ്ടാമത്തെ മെക്കാനിസം ടൈമിംഗ് ആണ്. ശബ്ദം വരുന്ന സൈഡിലുള്ള ചെവിയിൽ മറ്റേ ചെവിയേക്കാൾ കുറച്ച് നേരത്തെ ആ സൗണ്ട് വേവ്സ് എത്തും. ഇതൊരു വലിയ ടൈം ലാഗൊന്നും ആയിരിക്കില്ല, ഒരു മില്ലി സെക്കൻഡിനേക്കാൾ താഴെ മാത്രമുള്ള വളരെ ചെറിയൊരു വ്യത്യാസമാണ്. സൈക്കോളജിക്കൽ റിസർച്ച് അനുസരിച്ച് വെറും ഈ കാണുന്ന സെക്കൻഡ് വ്യത്യാസം പോലും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്രയും സൂപ്പർ സെൻസിറ്റീവാണ് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം. ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ ട്രാക്ക് ചെയ്യാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ ഒരു ടൈമിംഗ് വ്യത്യാസമാണ്. ചില സിറ്റുവേഷനുകളിൽ പ്രത്യേകിച്ചും ശബ്ദം കൃത്യം നമ്മുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ കറക്റ്റ് ബാക്കിൽ നിന്നോ വരുമ്പോൾ ബ്രെയിനിന് അത് ലൊക്കേറ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം ഈ 2 ഡയറക്ഷനിൽ നിന്നും വരുന്ന ശബ്ദം 2 ചെവികളിലും ഒരേ സമയത്തും ഒരേ ഇൻറ്റൻസിറ്റിയിലായിരിക്കും എത്തുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് അറിയാതെ തല ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ച് നോക്കാറുണ്ട്. ഇങ്ങനെ തല അനക്കുമ്പോൾ ഈ ടൈമിങ്ങിലും ലൗഡ്നെസ്സിലും വീണ്ടും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് വെച്ച് ബ്രെയിന് വളരെ പെട്ടെന്ന് തന്നെ ആ ശബ്ദത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ചെയ്യും. അതായത് നമ്മൾ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്ര സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സല്ല, മറിച്ച് ബ്രെയിന് എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തിയിട്ടാണ് നമ്മൾ ഡെയിലി കേൾക്കുന്ന ശബ്ദങ്ങളെ കേൾക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇത്രയും ഫാസ്റ്റായിട്ട് ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ബ്രെയിനിൻ്റെ കഴിവ് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു മാജിക്കൽ പ്രോസസ്സ് തന്നെയാണെന്ന് പറയാം. കേൾവിക്കുറവ് അഥവാ ഹിയറിംഗ് ലോസ് എന്നത് പണ്ട് പ്രായമായവരിൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. ഇന്ന് നമ്മുടെ പല ശീലങ്ങളും ഗാഡ്ജറ്റ്സും കാരണം യങ് ആയിട്ടുള്ള ആളുകൾക്കും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഹൈ വോളിയത്തിൽ പാട്ട് കേൾക്കുന്നതും വലിയ നോയ്സ് ഉള്ള ചുറ്റുപാടുകളിൽ നിൽക്കുന്നതുമൊക്കെ നമ്മുടെ ചെവിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെപ്പറ്റി സൈക്കോളജിസ്റ്റുകളും മെഡിക്കൽ സയൻസും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാർണിംഗ് നൽകുന്നുണ്ട്. ഈ കേൾവിക്കുറവിനെ പ്രധാനമായിട്ടും 2 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ കണ്ടക്ഷൻ ഹിയറിംഗ് ലോസ് എന്ന് പറയും. അതായത് നമ്മുടെ പുറം ചെവിയിൽ നിന്നോ മധ്യകർണത്തിൽ നിന്നോ മിഡിൽ ഇയറിൽ നിന്നോ ഉള്ള ശബ്ദ തരംഗങ്ങൾ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോകാതിരിക്കുന്ന അവസ്ഥയാണത്. ഇയർ ഡ്രം പങ്ക്ചർ ആവുകയോ അല്ലെങ്കിൽ നമ്മുടെ മധ്യകർണത്തിലെ ചെറിയ 3 എല്ലുകൾക്ക് വൈബ്രേറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത്തരം കണ്ടീഷനുള്ളവർക്ക് ഹിയറിംഗ് എയ്ഡ്സ് വെച്ചുകൊണ്ട് ശബ്ദം ആംപ്ലിഫൈ ചെയ്ത് ഒരു പരിധി വരെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. രണ്ടാമത്തത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്, അല്ലെങ്കിൽ നെർവ് ഡെഫ്നെസ് എന്നൊക്കെ പറയും. അകം ചെവിയിൽ നമ്മുടെ ഇന്നർ ഇയറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിലെ കൊക്ലിയയിലുള്ള സ്പെഷ്യൽ റിസെപ്റ്ററുകളായ ഹെയർ സെല്ലുകൾക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊണ്ടുപോകുന്ന ഓഡിറ്ററി നെർവിനോ ഡാമേജ് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. വാർദ്ധക്യം, പാരമ്പര്യം, ചില അസുഖങ്ങൾ, അതുപോലെ തന്നെ എക്സ്ട്രീമായിട്ടുള്ള സൗണ്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ. ഇതിന് സാധാരണ നേരത്തെ പറഞ്ഞ ഹിയറിംഗ് എയ്ഡ്സ് വർക്കാവില്ല. പകരം കൊക്ലിയർ ഇംപ്ലാന്റ് പോലെയുള്ള ബയോണിക് ഡിവൈസുകളാണ് ഇന്ന് സയൻറ്റിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത്. ബ്രെയിനിലെ ഹെയർ സെല്ലുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചെവിയിലെ ഹെയർ സെല്ലുകൾ ശരിക്കും നമ്മുടെ വീട്ടിലെ കാർപ്പറ്റിലെ ഫൈബറുകൾ പോലെയാണ്. നമ്മൾ അതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ അത് ചവിട്ടി അമർന്നു പോയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് പഴയതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ ഒരു വലിയ ഭാരമുള്ളൊരു ഫർണിച്ചർ കുറേ കാലം ആ കാർപ്പറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അത് പെർമനൻ്റായിട്ട് ഡാമേജ് ആവും. പിന്നെ പഴയതുപോലെ അത്
ശരിയാവുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിരിക്കില്ല. ഇതുപോലെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ലൗഡ് മ്യൂസിക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഹെവി നോയ്സ് ഉള്ള സിറ്റുവേഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. റിസർച്ചേഴ്സ് ശബ്ദം കാരണം ഉണ്ടാകുന്ന ഡാമേജിനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ടെമ്പററി ത്രഷോൾഡ് ഷിഫ്റ്റ്, വലിയ ശബ്ദം കേട്ട് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് മാത്രം വരുന്ന കേൾവിക്കുറവാണത്. പെർമനൻറ്റ് ത്രഷോൾഡ് ഷിഫ്റ്റ്, എപ്പോഴും നോയ്സ് കേൾക്കുന്നത് കാരണം ഹെയർ സെല്ലുകൾ നശിച്ചു പോകുന്നത് വഴി വരുന്ന സ്ഥിരമായിട്ടുള്ള കേൾവിക്കുറവാണത്. അക്വസ്റ്റിക് ട്രോമ, വലിയ പൊട്ടിത്തെറികൾ പോലെയുള്ള ഭയങ്കര തീവ്രമായിട്ടുള്ള ശബ്ദം കാരണം ഒറ്റയടിക്ക് വരുന്ന കേൾവി നഷ്ടമാണ് ഇത്. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അഥവാ ലൗഡ്നെസ് അളക്കുന്നത് ഡെസിബൽസിലാണ് എന്ന് പറഞ്ഞല്ലോ. നോർമലായിട്ടുള്ള ഒരു സംസാരം ഏകദേശം 60 dB ആണ് ഉണ്ടാവുക. 85 dB വാണിംഗ് ലെവലാണ്. അതായത് 85 ഡെസിബൽസിന് മുകളിലുള്ള ശബ്ദം കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം കേൾക്കുന്നത് പെർമനൻ്റ് ആയ കേൾവിക്കുറവിന് കാരണമാവും. 120 dB ഡേഞ്ചർ ലെവലാണ്. 120 ഡെസിബൽസിന് മുകളിലുള്ള ശബ്ദം കേൾക്കുന്നത് ചെവിക്ക് ഭയങ്കര പെയിൻ ഉണ്ടാക്കുകയും ഓഡിറ്ററി സിസ്റ്റത്തെ പെട്ടെന്ന് ഡാമേജ് ആക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ സ്പീക്കറുകളും ഹെഡ്സെറ്റുകളും ഈസി ആയിട്ട് 100 ഡെസിബൽസിന് മുകളിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ യങ് ആയിട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഹൈ വോളിയത്തിൽ പാട്ട് കേൾക്കുന്നത് വലിയൊരു റിസ്ക് ഫാക്ടറാണ്. ഇതിൽ തന്നെ ടീനേജിലുള്ള ചില ആൺകുട്ടികൾ പെൺകുട്ടികളെ അപേക്ഷിച്ച് വളരെ ഹൈ വോളിയത്തിൽ പാട്ട് കേൾക്കുന്നത് കൊണ്ട് പുരുഷന്മാരിലാണ് സ്ത്രീകളെക്കാൾ കേൾവിക്കുറവ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ വാർണിംഗ് സൈൻസ്, അതായത് ലക്ഷണങ്ങളും ഇതിൻ്റെ പ്രതിവിധികളും എന്താണെന്ന് ചോദിച്ചാൽ, ചെവിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഏറ്റവും വലിയൊരു സൈനാണ് ടിന്നിറ്റസ് അഥവാ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നത്. നമ്മുടെ ബോഡിക്ക് വേദന വരുമ്പോൾ ബോഡിയിൽ റിയാക്ഷൻ ഉണ്ടാകുന്നത് പോലെ തന്നെ കേൾവിക്ക് ഡാമേജ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്ലീഡിംഗ് ആയിട്ടാണ് റിസർച്ചേഴ്സ് ഈ ചെവിയിലുള്ള മുഴങ്ങുന്ന ശബ്ദത്തെ കാണുന്നത്. നമ്മൾ ഒരു നോയ്സ് ഉള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് സാധാരണ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ശബ്ദം നമ്മുടെ ചെവിക്ക് ഡേഞ്ചറസ് ആണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്കോ അല്ലെങ്കിൽ ഹെവി നോയ്സ് ഉള്ള മെഷീനുകൾക്ക് നിന്ന് വർക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ്സിൻ്റെ വോളിയം കുറച്ച് വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹിയറിങ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഭയങ്കര സൗണ്ടുള്ള സ്ഥലത്ത് ഒന്നുകിൽ ഇയർ പ്ലഗ് വെക്കുക അല്ലെങ്കിൽ ചെവി പൊത്തിപ്പിടിക്കുക, അതും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹിയറിങ് എന്ന ആ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.